എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? എന്തൊക്കെയാ നടക്കുന്നേ? ഹായ്, ഹലോ, നമസ്കാരം. സത്യം പറഞ്ഞ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്? ഹാഷിർ ടീം വന്ന് ഒരു തൂക്കി അടിയായിരുന്നു. വാഴ 2. വാഴയുടെ ആ ഒരു ഈ റീൽസും ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് വീഡിയോസും ഒക്കെ ഇട്ട് വരുന്ന ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറെ വെച്ചിട്ടൊരു സിനിമ. അങ്ങനെ ഒരു സിനിമയുടെ 2ാം ഭാഗം, അതും 1ാം ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഹാഷിർ ടീമിനെ വെച്ചിട്ട് അവര് ലീഡ് ചെയ്യുന്ന അവരുടെ സ്റ്റോറി മേക്കിംഗ് ഒക്കെ കൊണ്ട്. ടു ബി ഫ്രാങ്ക്, പടം ഒരു രക്ഷയില്ല, അടിപൊളി. യൂത്ത് ഫാമിലി ഇമോഷൻ കോമഡീസ്. ടു ബി ഫ്രാങ്ക്, ഏറ്റവും ഞെട്ടിച്ചത് ഇതിന്റെ ആക്ഷൻസ്. ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു ടെംപ്ലേറ്റിൽ വരുന്ന ഒരു സിനിമയ്ക്ക് ഇത്ര ആക്ഷൻസ് ഇൻവോൾവ് ആയിരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത്രയും അടിപൊളിയായിരിക്കുന്ന ആക്ഷൻ സീക്വൻസ്, സെറ്റ് പീസുകൾ, കാര്യങ്ങൾ, BGM, മ്യൂസിക്, ഇതൊക്കെ കൊണ്ട് വേറെ ലെവൽ എത്തിച്ചിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഹാഷിർ ടീം അവരുടെ ആ ഒരു എനർജി, ആ ബോണ്ടിങ് കാര്യങ്ങൾ, അത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നിയിരിക്കുന്നത്. ഒരു റീലിലെടുക്കുന്ന അഭിനയവും ഒരു സിനിമയിൽ കൊണ്ടുവരുന്ന അഭിനയം തമ്മിലുള്ള ഒരു വ്യത്യാസം, ആ ഒരു മെച്യൂരിറ്റി ഓഫ് ആക്ടിങ്, അവർ ആ ഒരു ഗ്യാങ് മുഴുവനായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ടും വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എവിടെയും ആ ഒരു മിമിക്സും എക്സ്ട്രായും ഒരു പുഷും ഒന്നുമില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ ഭയങ്കര നമ്മളെ കൺവിൻസിങ് ആക്കുന്നതും. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ഏജ് ടൈമിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെയാണ് അവർ ആ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് കണക്ട് ആവും. ടു ബി ഫ്രാങ്ക്, 90s കിഡ് ആയിക്കോട്ടെ, ന്യൂ ജെൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് അതിന്റെ ഓരോരോ എലമെന്റ്സും കാര്യങ്ങളും അതിന്റെ ഒരു മേക്കിങ്ങിന്റേക്കും ആ ഒരു പെർഫോമൻസ് ആർക്കിലേക്കും നമ്മൾ പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ചിരിയുടെ മേളമാണ്. ആദ്യ സീൻ തൊട്ട് തുടങ്ങുന്ന പരിപാടികൾ, കോമഡി കാര്യങ്ങളോ ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വെക്കുന്ന സോങ്സ്, അതിന്റെ ഒരു മേക്കിംഗ്, അതിന്റെ പെർഫോമൻസസ്, ആർക്കുകൾ ഓഫ് വേറെ ലെവൽ. ഹാഷിറിന്റെ ടീമും കോമ്പിനേഷൻ കാര്യങ്ങളും, നമ്മൾ റീലിൽ കണ്ടുവരുന്ന ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കെമിസ്ട്രി ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കാൻ വളരെ ഭംഗിയായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവരത് പുൾ ഓഫ് ചെയ്ത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്കിന്റെ ഡയറക്ടർക്കും വിപിൻ ദാസ്, ഇതിന്റെ കഥ എഴുതിയ വിപിൻ ദാസിനൊക്കെ അതിനൊരു കൈയടി കൊടുത്തേ പറ്റൂ. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതിന്റെ സോങ്സും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിരിക്കുന്ന വാക്കുകൾ, കാര്യങ്ങൾ, ആ ഒരു ട്രെൻഡിങ് സിനാരിയോസ് റീക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന്റെ പാട്ടുകളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇവരുടെ പെർഫോമൻസസ് ആർക്കുകളായിക്കോട്ടെ, ഇവരുടെ തന്നെ ഡയലോഗുകളും പെർഫോമൻസസും അതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഹാഷിർ ടീം മാത്രമല്ല, ആമിന ടീമിന്റെ ഒക്കെ കരടുന്ന വരവുണ്ട്, അവർ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ശബരിയുടെ ക്യാരക്ടർ ഉണ്ട്, അവരുടെ ക്യാരക്ടർ, ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇവരൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ സീനിയർ ആക്ടേഴ്സ്, ബിജുക്കുട്ടൻ, അങ്ങനെ ചേർന്നിരിക്കുന്ന വിജയ് ബാബു, അജു വർഗീസ്, ഇങ്ങനെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. അവരുടെ പെർഫോമൻസും ഇവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചിരിയുടെ ബഹളം, LOL എന്ന് നമ്മൾ പറയില്ലേ, ലാഫ് ഔട്ട് ലൗഡ്, അതുപോലെയുള്ള ഒരു തിയേറ്റർ അന്തരീക്ഷം, ചിരിച്ച് പണ്ടാറടങ്ങുന്ന ഒരു ഫസ്റ്റ് ഹാഫ്, അതിന്റെ ഏറ്റവും പീക്കിൽ കൊണ്ട് നിർത്തിക്കുന്ന ഓരോ പരിപാടിയും എക്സൈറ്റ്മെന്റും വാവ് ഫാക്ടറും ഒക്കെ തന്നു നിൽക്കുന്ന ആ ഒരു ഇന്റർവെൽ പഞ്ച്, ഒരു ഇന്റർവെൽ. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഫേവറേറ്റ് ആയി തോന്നിയിരിക്കുന്ന അൽഫോൺസ് പുത്രം വന്നിട്ടൊരു പരിപാടിയുണ്ട്. ആ ഒരു സമയം, ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു അത് വേറെ ലെവലാണ്. ദാറ്റ് പെർഫോമൻസ് ഓഫ് അൽഫോൺസ് പുത്രൻ നെക്സ്റ്റ് ലെവൽ. ലിറ്ററലി ആ സമയത്ത് കൊണ്ടുവരുന്ന BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സീനെ എലവേറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി, എന്റെ എനിക്ക് വാഴ പോലത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. അതിലേക്ക് കോമിക് എലമെന്റ് കൊണ്ടുവരുന്നതും അത് കൊറിയോഗ്രാഫി ചെയ്തതിന് ഇതിന്റെ ഡയറക്ടർക്ക് വലിയ കയ്യടി കൊടുത്തേ പറ്റും. ദാറ്റ് വാസ് സോ ബ്രില്യന്റ്ലി ഡൺ. അതേപോലെ ഈ ഒരു കോമിക്കായിട്ട് പോകുന്ന ഒരു പടം ഇതേപോലെ തന്നെ അവസാനിക്കുന്ന വിചാരിച്ചിരിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇമോഷണൽ സെന്റിമെന്റൽ കണക്ട്, എന്താ പറയാ, അതിലേക്ക് അങ്ങ് കണക്ട് ആയി പോകും, നമ്മൾ ഫീൽ ആവും. തിയേറ്ററിൽ കണ്ടിരിക്കുന്നവരുടെ കണ്ണ് പോലെ നിറയുന്ന അത്രയും ഭംഗിയായിട്ട്, അത്രയും ബ്യൂട്ടിഫുൾ ആയി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഇമോഷണൽ മൂവ്മെന്റ്സ്, അതിലെ പെർഫോമൻസസ്, അതിലെ വിനായകന്റെയും ബിജുക്കുട്ടന്റെ ഒരു പെർഫോമൻസ്, അത് വേറെ ലെവലായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു അച്ഛൻ മകൻ ക്യാരക്ടർ കോമ്പിനേഷൻ, അതിന്റെ ഒരു പെർഫോമൻസസ് ആർക്ക് നെക്സ്റ്റ് ലെവൽ. ടു ബി ഫ്രാങ്ക്, വിനായകൻ മാത്രമല്ല, ഇവൻ ഹാഷിറിന്റെ ആർക്കുകളായിക്കോട്ടെ, അല്ലന്റെ ആർക്കുകളായിക്കോട്ടെ, അജിന്റെ ആർക്കുകളായിക്കോട്ടെ,
ആ ഒരു മെത്തഡോളജിയും കാര്യങ്ങളും ഇവരുടെ ഒരു ഇവോൾവ്മെന്റും ഈ ക്യാരക്ടറിന്റെ റിയലൈസേഷൻ കാര്യങ്ങൾ ഇതൊക്കെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. യുവമാർ വേറെ ലെവൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫെസിലിറ്റേറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ നീട്ടായിട്ടും വളരെ എന്താ പറയാ നമുക്ക് ടച്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. ഫ്രം ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു പ്രോപ്പർ അടിപൊളി എൻജോയ് ചെയ്ത് ഇമോഷണലി കണക്ട് ആയി അതിന്റെ ഒരു ഫീല് കാണാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി പടം. എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിന്റെ BGM ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, മ്യൂസിക്, പാട്ടുകൾ, അതിന്റെ ഒക്കെ രസങ്ങൾ, അതിന്റെ ഒരു മിക്സ്ചർ, ഡയറക്ഷൻ, അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. ടു ബി ഫ്രാങ്ക് ഇതിന്റെ സ്റ്റോറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം വളരെ ഇമ്പാക്ട് ആയിരിക്കുന്നതും എല്ലാത്തിനും കണക്ട് ചെയ്യുന്നുണ്ട്. നൊസ്റ്റാളജി ആയിരിക്കും, നൊസ്റ്റാളജി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇപ്പൊ റീസെന്റ് ആയി നടക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാം ഈ ജെൻസിയും 90s കിഡ് ഇതൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയിരിക്കുന്ന ഒരു സ്റ്റോറി. ടു ബി ഫ്രാങ്ക് ഫോർ ഓൾ ദീസ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.